നമ്മുടെ കലവറ തുറന്നു നോക്കിയാൽ ആഹാ കുറെ സാധനങ്ങൾ. നമുക്കിതിൽ നിന്ന് കൊള്ളി വറുത്തതെടുക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. കുറെ നാളായി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. രാവിലെ തന്നെ ഞാൻ ജസ്റ്റ് എണീറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ചായ കുടിക്കണം. ഇവിടെ രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പൊ നമുക്ക് അമ്മ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്നുണ്ട്. പോയി നോക്കിയിട്ട് വരാം. ചായക്ക് എനിക്ക് വേണ്ട. ഐ ഡോണ്ട് ലൈക്ക് പുട്ട്. രാവിലെ തന്നെയാ. ഓ ഗോഡ്. ഐ മീൻ രാവിലെ തന്നെ പൊതുവേ ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ചായ മാത്രമാണ് കുടിക്കാറ്. പക്ഷേ ഇന്ന് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയ കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സോ ഞാൻ ആ ബ്രെഡും എടുത്ത് വലിയ കപ്പിലെ ചായ, അതിൽ ഫുൾ ചായ ഒന്നും ഇല്ല കേട്ടോ, ആകെ കുറച്ചേ ഉള്ളൂ. ആ ചായ എടുത്ത് വന്നിരുന്ന് എന്തൊക്കെയോ സ്വപ്നം കണ്ടിരുന്ന് ചായ കുടിച്ച് അപ്പോഴേക്കും പണിയെടുക്കാനുള്ള സമയമായി സുഹൃത്തുക്കളെ. അപ്പം ഞാൻ ലാപ്പൊക്കെ ഓണാക്കി എന്തൊക്കെയോ നടക്കുന്നു എന്ന് നോക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ തിരിഞ്ഞും മറിഞ്ഞും ചെരിഞ്ഞും ഒക്കെ ഇരുന്ന് കുറെ പണിയെടുത്തു. കൊച്ചായി എനിക്ക് നന്നായി വിശക്കുന്നു. ഇന്ന് അമ്മ ചോറും മോരുകറിയും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു പപ്പട കുതിച്ചി ആയതുകൊണ്ട് എനിക്ക് പപ്പടം വേണം ചോറിന്. അപ്പൊ ഞാൻ വിചാരിച്ചു പപ്പടം വറക്കാം. ഇവിടെ പപ്പടം ഉണ്ട്. അപ്പൊ നമുക്ക് പപ്പടം കൂടി വറുത്തിട്ട് ചോറിനാം. ഉച്ചയ്ക്ക് പൊതുവെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറ്. അമ്മ ഒന്നെങ്കിൽ നേരത്തെ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ ഒരു നേരത്തിന് ഇരുന്നങ്ങ് തിന്നും. ഫുഡ് അടി കഴിഞ്ഞു. ഞാൻ ഫോൺ നോക്കിയിരുന്ന് ബാക്കി ഫുഡ് അടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഇനി ഞാനിപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 6 മണിയായിട്ട് ഇറങ്ങുള്ളൂ. വയ്യാണ്ടായി സുഹൃത്തുക്കളെ. ഞാനിങ്ങനെ നടന്നിപ്പോൾ അവസാനം ബെഡിലെത്തി. എനിക്കങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പണിയെടുക്കുന്ന ശീലമില്ല. അത് കണ്ണാടിയൊക്കെ വെച്ച്. അപ്പം ഞാൻ വിചാരിക്കുന്നത് 4 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് കൂടെ ഉണ്ട്. അപ്പം അതിന് മുന്നേ എന്തെങ്കിലും കുറിച്ചിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും തിന്നാൻ. അപ്പം ഞാൻ പോയി നോക്കട്ടെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമോന്ന്. നമ്മുടെ കലവറ തുറന്നു നോക്കിയാൽ ആഹാ കുറെ സാധനങ്ങൾ. നമുക്കിതിൽ നിന്ന് കൊള്ളി വറുത്തതെടുക്കാം. താപ്പമ്മ അടുത്ത കൊക്കോ എടുത്ത് പാത്രത്തിലോട്ടാക്കും. നാളെ തിന്നാം, വിരോധില്ല. ഞാൻ ഇപ്പം ഈ മറ്റേ ബിസ്ക്കറ്റ് ഒരു കുക്കി പോലത്തെ ബിസ്ക്കറ്റ്, ആ ബിസ്ക്കറ്റ്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്ന സുഹൃത്തുക്കളെ. അപ്പം അമ്മ എനിക്ക് ചായയാണോ കാപ്പിയാണോ തരുന്നത്? ആ കാപ്പിയുണ്ട്. അപ്പം ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഉടനെ എണീക്കാന്ന് വിചാരിച്ചു. വയ്യാതെ ഇരുന്നിരുന്നു. ഇനി നമുക്ക് പൊന്നു വരാറായിട്ടുണ്ട്. പൊന്നിന് ട്യൂഷനുള്ള കാരണം 6 മണി കഴിഞ്ഞിട്ട് വരുള്ളൂ. നല്ല മഴയാ പുറത്ത്. പൊന്നു വന്നല്ലോ. പൊന്നു എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? എല്ലാ ടീച്ചേഴ്സും ക്വസ്റ്റ്യൻ ചോദിച്ചാ? ഓക്കെ. മഴ ഉണ്ടാ? എങ്ങനെയാ വന്നേ? ഇനി അങ്ങോട്ട് ഫുള്ളി നമ്മുടെ ഫാമിലി ടൈമാണ്. നമുക്ക് ഈ ഒരു നേരമാകുമ്പോൾ ഒരു വിശപ്പ് അങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചത് പഴവും മുട്ടയും ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സാധനം, അതിനെന്താ പേര് പറയുക, കായ്പോളാന്ന് കണ്ടാ പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊന്നും ആവാറില്ല. എന്തോ ഒരു സാധനം അതുണ്ടാക്കി നമ്മൾ എല്ലാവരും കൂട്ടിയിരുന്നു. നമ്മുടെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസത്തിൽ ഒരു നേരം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഫുഡ് ചെയ്യുക. അധികവും അത് ഡിന്നറായിരിക്കും. പിന്നെ ഇന്ന് നമുക്ക് ഡിന്നർ പ്ലാനിങ് ഓൾറെഡി ഉണ്ട്, പുറത്ത് പോയി കഴിക്കാമെന്ന്. അതുകൊണ്ട് നമ്മൾ ഈ ഇടനേരത്തെ സ്നാക്സ് ഉണ്ടാക്കി എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിക്കും. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. ഇനി ജസ്റ്റ് കുറച്ച് സ്കിൻ കെയറിൽ കാര്യമായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. കൂടി മോയ്സ്ചറൈസ്, പിന്നെ മറ്റേ സിറം ഇടാറുണ്ട്. പക്ഷേ സിറം എറണാകുളത്താണ്, അപ്പം ഞാൻ കൊണ്ടുവന്നില്ല.
അപ്പം ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രം ഇട്ട് അവസാനിപ്പിക്കും. ഇതാണ് മോയ്സ്ചറൈസർ, മറ്റേ പോൺസിന്റെ ജെൽ മോയ്സ്ചറൈസർ. നല്ല സാധനമാണ്. സ്കിൻ ടെക്സ്ചർ ഡ്രൈയും അല്ല ഓയിലിയും അല്ല. അപ്പം എനിക്ക് തോന്നുന്നു നോർമൽ എന്നെങ്ങാണ്ടാന്നോ, നോർമലിനോ മീഡിയമെന്നോ അങ്ങനെ എന്താണ് പറയാ. ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ആധികാരികമായി ഇതിനെപ്പറ്റി പറയുന്നില്ല. ജസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇടും കുളി കഴിഞ്ഞാൽ. രാവിലെ ആണെങ്കിൽ ഞാൻ സൺസ്ക്രീനും ഇടും. ഇപ്പോൾ വൈകിട്ടായതുകൊണ്ട് മോയ്സ്ചറൈസർ മാത്രം. പിന്നെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ടാണ് കുളിക്കാറ്. തല 1.5 ഇടം വെച്ച് ഞാൻ കുളിക്കാറുള്ളൂ. അപ്പം ഇനി നാളെയാണ് തല കുളിക്കുന്ന ദിവസം. പിന്നെ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ലൈക്ക് നമ്മൾ 4 ആൾ മാത്രമായിട്ട് ഉള്ള ടൈമാണല്ലോ. അച്ഛനമ്മയും ഞാനും മുന്നിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡിങ് പുറത്തുനിന്ന് ആക്കാമെന്ന് ഒരു പ്ലാനുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കുള്ള ലൈക്ക് മുട്ട പപ്പടമൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ട്. അത് പുറത്ത് പോകണോ വേണ്ടെന്ന് ഇതുവരെ തീരുമാനമില്ല. അപ്പോൾ എന്താണ് ഡിസിഷനിൽ പോയി നോക്കിയിട്ട് വരാം. പുറത്ത് പോകണോ വേണ്ടേ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ളൊരു ഡിസിഷൻ നമ്മൾ 3 ആളും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന് അവസാനം തീരുമാനിച്ചു. ഒരു ലോഡ് ഡിസ്കഷന്റെ പാർട്ടായിട്ട് നമ്മൾ ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. എവിടെ നിന്ന് കഴിക്കണോ, മറ്റേ എന്തായിരുന്നു പാർസൽ മേടിക്കണമെന്നൊന്നും തീരുമാനിച്ചില്ല. എന്തായാലും നമ്മൾ ചാലക്കുടിക്ക് പോകും. എന്നിട്ട് നമ്മൾ തീരുമാനിക്കും എന്ത് ചെയ്യണം. ആദ്യം പോയത് മൂലൻസ് എന്ന് പറഞ്ഞ ഒരു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് ഒരു വീക്ക്നെസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാൻ. അതുപോലെ തന്നെയാണ് പൊന്നും. ഞങ്ങളിങ്ങനെ പോയി കുറേ സാധനങ്ങൾ വെറുതെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ആ സാധനവും പിടിച്ച് ഇങ്ങനെ നടന്ന് നമ്മൾ കുറേ ആകെ കൂടി 2-3 സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ്. പിന്നെ ആ ട്രോളി നിറച്ച് സാധനങ്ങളും മേടിച്ചാണ് നമ്മൾ തിരിച്ചു വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി. ഭയങ്കര ഡിലേ ആയിരുന്നു ഫുഡ് വരുന്നത്. ഒന്നാമത്തെ നമുക്ക് നല്ല വിശക്കൊന്നും ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നിട്ടാണ് ഫുഡ് വന്നത്. നമ്മൾ ബിരിയാണി ഇല്ല ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ അങ്ങനെ നമ്മൾ പർച്ചേസും ഫുഡിടിയും ഒക്കെ കഴിഞ്ഞു. പർച്ചേസ് ആകെ കൂടി ഒരു കടലമാവും മൈദയും എന്നിട്ട് വേറെ സാധനം റവയും മേടിക്കാൻ വന്ന 2 ബക്കറ്റ് മേടിക്കാൻ വന്ന അമ്മ 1500 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തിട്ട് അത്രയും രൂപയ്ക്ക് ഷോപ്പ് ചെയ്തിട്ടാണ് സുഹൃത്തുക്കളെ. എവിടെ ഇതിങ്ങടല്ലോ സുഹൃത്തുക്കളെ. അതിന്റെ വിഷമത്തിൽ അമ്മ ഒരു നൂഡിൽസും ഒരു നൂഡിൽസ് വാങ്ങിച്ചിട്ട് പകുതി തിന്നുള്ളൂ. നമ്മൾ വീട്ടിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. അല്ലേ പിന്നെ പൊന്നിനെ എഴുതാണ്ട് പൊന്നു എഴുതിയിട്ട് കിടന്നുറങ്ങുന്നു. ഞാൻ അല്ലാതെ കിടന്നു.